ബന്ധനങ്ങളെ അഴിക്കുന്ന പ്രാർത്ഥന ഏതാണ്? അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയാണ്. നിന്റെ കൈക്കു ചങ്ങല വീണാലും, കാലിന് ചങ്ങല വീണാലും, കാലിനാമം വീണാലും, നീ തകർക്കപ്പെട്ടാലും അത് അഴിക്കുന്ന പ്രാർത്ഥന അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. പ്രാർത്ഥനയുടെ മുമ്പിൽ ആഹാരം കഴിക്കാൻ മറന്നുപോകും. പ്രാർത്ഥനയുടെ മുമ്പിൽ വെള്ളം കുടിക്കാൻ മറന്നുപോകും. പ്രാർത്ഥനയുടെ മുമ്പിൽ ഉറങ്ങാൻ മറന്നുപോകും. മനസ്സിലായില്ല. ഞാനൊരു സാധാരണ പ്രേയറിനെ കുറിച്ചല്ല പറയുന്നേ. എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം? പ്രാർത്ഥനയ്ക്ക് പല തലങ്ങളുണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ശ്രമിക്കുന്നത്. ദൈവം എനിക്കൊരു ബോധ്യം തന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലർക്ക് മുമ്പിൽ സ്വർഗം തുറക്കപ്പെടണം. ആ ഒരു നിലവാരത്തിലേക്ക് നിന്റെ പ്രാർത്ഥനാ ജീവിതം ഉയർന്നു വരാൻ പോവാ. പ്രാർത്ഥിക്കുന്ന നിന്നെ പിശാചിന് ഭയമാണ്. പ്രാർത്ഥിക്കുന്ന നിന്നെ ദുഷ്ടശക്തികൾക്ക് ഭയമാണ്. കാരണം നീ പ്രാർത്ഥിക്കുന്നവനാ. ഓ ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് ധ്യാനിക്കാം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഈ ധ്യാനം ഇന്ന് വലിയ വിടുതലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. അപ്പം ബൈബിളിൽ നിന്ന് അനുഭവങ്ങളിൽ തരുന്ന അറിവുകളെ ചേർത്ത് വേണം ഇന്ന് നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുവാൻ. അപ്പം നിങ്ങൾക്കറിയാമോ, ഏറ്റവും വലിയ തടസ്സം പ്രാർത്ഥനയ്ക്കാണ്. അപ്പം കർത്താവ് ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശുശ്രൂഷ ഇനി 12 പേരെ കൂടെ ചേർത്ത് നിർത്തി വിശാലമാക്കുന്നതിന് മുമ്പ് ഒറ്റ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ തുടക്കത്തിൽ പറയാം, അടുത്തൊരു സ്റ്റെപ്പ് ആരെടുക്കുന്നു അവർക്ക് ഒരു പ്രത്യേക പ്രയർ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ 500 പേരെ കൂട്ടി പ്രാർത്ഥിക്കണമെന്നല്ല, ഈ പ്രാർത്ഥന ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയാണ്. എങ്ങനെയുള്ള പ്രാർത്ഥനയാ? ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥിക്കുന്നവരുടെ ഒരു കുഴപ്പം കൂടെ ഞാൻ പറയാം. പലർക്കും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ധൈര്യമില്ല. എന്തില്ല? ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ധൈര്യമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പറഞ്ഞ ഒറ്റയ്ക്കിരുന്നാൽ ക്ഷീണിച്ചു പോകും, ഒറ്റയ്ക്കിരുന്നാൽ മടുത്തു പോകും, ഒറ്റയ്ക്കിരുന്ന പ്രസംഗം കേട്ടാൽ തന്നെ ഉറങ്ങിപ്പോവും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയാം. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഇന്ന് ദൈവദാസി പറഞ്ഞ പോലെ ഉണർത്തപ്പെട്ടേലേ പറ്റൂ. അവിടെയാണ് പ്രാർത്ഥനയുടെ ശക്തി. ഞാൻ ഇച്ചിരൂടെ വിവരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിച്ചത് എന്തിനാ? സ്തോത്രം. ശ്രദ്ധിക്കണം, ഒരു പുതിയ തീരുമാനമെടുക്കാൻ പോവുക. കാരണം പിതാവ് പുത്രനെ ഏൽപ്പിച്ച ദൗത്യം ഭൂമിയിൽ പൂർത്തിയാക്കുവാൻ ഇപ്പോഴുള്ള സ്ട്രക്ചർ ഒന്നുകൂടെ വലുതാക്കാൻ പോവുക. പക്ഷെ അതിന് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥന. അങ്ങനെയെങ്കിലും ഒരു ദൂത് പറയാം, ഡിസിഷൻസിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ, തീരുമാനങ്ങളിൽ ബന്ധനങ്ങൾ വരാതിരിക്കാൻ നീണ്ട പ്രാർത്ഥന ദൈവമക്കൾക്ക് ആവശ്യമാണ്. എവിടോ തെറ്റിയിട്ടുണ്ട്, ആ തെറ്റിയ ഭാഗം ഇന്ന് പ്രാർത്ഥന കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മനസ്സിലായി, എവിടോ നിനക്കൊരു പിഴവ് വന്നിട്ടുണ്ട്, എവിടോ ചില ഇംഗ്ലീഷിൽ ചില വാക്കെഴുതുമ്പോൾ ചില സ്പെല്ലിങ് വിട്ടുപോകുന്ന പോലെ എവിടൊക്കെയോ എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ട്. അതിനെയെല്ലാം ഇന്ന് പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർക്കാൻ പോവുക. എന്നോട് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്, മാല മുത്തുകൾ കൊണ്ട് കോർക്കുന്ന പോലെ ചിലരുടെ ജീവിതത്തെ തമ്പുരാൻ ഒരു ഷേപ്പിലേക്ക് കോർക്കാൻ പോവുക. പ്രാർത്ഥന എന്ന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന എന്ന വജ്രായുധം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് കോർത്ത് പണിയാൻ പോവുക. നിന്റെ നാട്ടുകാരുടെ മുമ്പിൽ നിന്റെ കുടുംബം സൗന്ദര്യമുള്ള കുടുംബമാകും. നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ നിന്റെ കുടുംബം വിശേഷ കുടുംബമാകും. നിന്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ നിന്റെ കുടുംബത്തിൻ്റെ പേര് ദൈവം മാറ്റിയിടും. ഹല്ലേലൂയ. അപ്പോൾ രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിച്ചു. ഇനി കർത്താവിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ വേണേലും മുഴുരാത്രി പ്രാർത്ഥന എടുക്കുന്നവരാ. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കിക്കേ. ആണോ? കുറച്ച് പേര്. എന്നിട്ട് സ്തോത്രം, കർത്താവ് പ്രാർത്ഥിച്ച പോലെ കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന ഒത്തിരി വ്യത്യാസമുണ്ട്. കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം കർത്താവ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നുള്ളെങ്കിലും ബൈബിളിൽ വാക്യമുണ്ട്, അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? എങ്ങനെ? പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്,
നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഒരു ഡെലിവറൻസ് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ പ്രാർത്ഥന വാഗൊണ്ട് പറയുന്ന വാക്കാക്കരുത്. അത് വെറും നാക്കിൻ്റെ എക്സസൈസ് മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പ്രാർത്ഥന എവിടുന്ന് വരണം? ഹൃദയത്തിൽ നിന്ന് വരണം. എവിടുന്ന് വരണം?